الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തെ എല്ലാ രംഗത്തും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തുമെല്ലാം ധാരാളമായി നമ്മിലൊക്കെ വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യുവാനും ഈമാനോടെ മരിക്കുവാനും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം ലഭിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി ദുർബലന്മാരായ നമ്മയെല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ 103, 104 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഒരു അമൽ എപ്പോഴാണ് ബിദ്അത്തായി മാറുക, മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യമായി മാറുക എന്നതിന്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബയിൽ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ബിദ്അത്തുകൾ എന്നത് ഏറെ ഗൗരവമുള്ള ധാരാളം അപകടങ്ങൾ നിറഞ്ഞ ഒന്നാണ് ബിദ്അത്തുകൾ എന്നത്. ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. അത് അമലുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്, വഴികേട് നിമിത്തമായി മാറുന്ന കാര്യമാണ്, പടച്ച റബ്ബിന്റെ ശിക്ഷക്ക് അർഹതയുണ്ടാകുന്ന സംഗതിയാണ് ബിദ്അത്തുകൾ. ദീനിനെ തകർക്കലാണ്, മതത്തിന്റെ പൂർണ്ണതയെ നിരാകരിക്കലാണ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് പോലും പ്രവാചകർ പൂർത്തിയായി നിർവഹിച്ചില്ല എന്ന് വാദിക്കലാണ്. എല്ലാത്തിലും ഉപരി അള്ളാഹുവിന്റെ സ്ഥാനം സ്വയം കൈയാളൽ കൂടിയാണ് ബിദ്അത്ത് ഉണ്ടാക്കുക വഴി ചെയ്യുന്നത്. കാരണം ദീനിൽ ഒരു കാര്യം നിയമിക്കാൻ അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരമുള്ളത്. അള്ളാഹു തആല ദീനായി നിശ്ചയിക്കാത്ത ഒന്ന് നമ്മൾ ദീനായി നിശ്ചയിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എനിക്കും അങ്ങനെ ദീൻ നിശ്ചയിക്കാൻ അധികാരമുണ്ട് എന്നാണ്. പടച്ചറപ്പിനോട് കിടപിടിക്കൽ ഒരർത്ഥത്തിൽ അത്തരം ആളുകൾ വന്നു ചേരുമെന്ന് ഇമാം ഷാത്തിബി റഹിമഹുല്ലാ 700 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഈ ഗൗരവമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളിലും എല്ലാ ഉപദേശങ്ങളിലും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി ബിദ്അത്തിന്റെ ഗൗരവത്തെ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖതബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചാൽ യഹ്മറത്ത് അയ്നാഹു വഅലാ സൗതുഹു, നബി തങ്ങളുടെ ഖുതുബയുടെ ശൈലി, അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു, അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. വസ്തദ്ദ ഗളബുഹു, ധർമ്മരോഷം ശക്തമാകുമായിരുന്നു. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ശിൻ യഖൂലു സബ്ബഹകും വമസ്സാകും, ഒരു സൈന്യത്തിന് താക്കീത് നൽകുന്ന സൈനിക നായകന്റെ റോളിലാണ് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാറുള്ളത്. നാളെ പുലർച്ചെ ഒരു സൈന്യമിൽ ആക്രമിക്കാൻ വരുന്നുവെന്ന്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു സൈന്യം നമ്മെ ആക്രമിക്കാൻ വരുന്നുവെന്ന് തന്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്ന, താക്കീത് നൽകുന്ന സേനാ നായകൻ എത്ര ഗൗരവമായിട്ടാണോ കാര്യം പറയുക, അതുപോലെ ഗൗരവമായി ശബ്ദമുയർത്തി കണ്ണുകൾ ചുവന്ന് ആ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കാറുള്ളത്. എന്നിട്ട് വയഖൂൽ, നബി തങ്ങൾ പറയുമായിരുന്നു, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. നബി തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഖുതുബയിലും ഞങ്ങളോട് പറയുന്ന ഉപദേശമാണ്. അന്നും സലാത്തും ചൊല്ലിയാൽ ഉടനെ പ്രവാചകൻ പറയും, അമ്മാ ബഅദ്, ഹംദിനും സലാത്തിനും സലാമിനും ശേഷം ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും ഖൈറായ സംസാരം അല്ലാഹുവിന്റെ കിതാബാണ്. വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് എന്നതിന് ശേഷം അവിടുന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു, വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല, കാര്യങ്ങളിൽ ഏറ്റവും ശർറായത്, ഏറ്റവും ദുഷിച്ചത് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ബിദ്അത്തുകൾ അത് മുഴുവനും വഴികേടാൻ ഒരാളത്താണ്, പിഴച്ച മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ എല്ലാ ഖുതുബയിലും ഓർമ്മിപ്പിക്കാറുണ്ട് എന്നാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസിലൂടെ അറിയിക്കുന്നത്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, അതിലും കാണാം ഇതേ ആശയം സ്വഹാബിമാർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചക സ്വഹാബിയായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗ, നബി തങ്ങൾ ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ഉപദേശിക്കാൻ വേണ്ടി. മറ്റൊരു റിപ്പോർട്ടിൽ ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവഅദനാ മൗഇദതൻ ബലീഗ, ഒരിക്കൽ നബി തങ്ങൾ ഞങ്ങളോട് ഉപദേശിക്കുവാനായി നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഫവഅദനാ, ഞങ്ങൾ ഉപദേശിച്ചു, മൗഇദതൻ ബലീഗ, വല്ലാത്ത സാരസമ്പൂർണമായ ഒരു ഉപദേശം പ്രവാചകൻ നൽകി. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ആകെ ഭയപ്പെട്ടു പോയി. വജത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ,
എല്ലാവരും ആകെ ഭയപ്പെട്ടു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിലയ്ക്ക് എല്ലാവരെയും കരയിപ്പിക്കുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾ നബിയെ കഅന്നഹാ മൗഇദു മുവദ്ദിഇൻ യാ റസൂലല്ലാഹ്, എന്താ റസൂലേ സാധാരണയില്ലാത്തൊരു രീതിയാണല്ലോ ഇന്ന് ഒരു യാത്ര പറഞ്ഞ് പോകുന്ന ആൾ ഉപദേശിക്കുന്നത് പോലെ. യാത്ര പറഞ്ഞ് പോകുന്ന ഒരാള് ആ യാത്ര പറയുന്ന വേളയിൽ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ നബിയെ താങ്കളുടെ സംസാരം. അതുകൊണ്ട് വല്ല വസിയത്തുമുണ്ടെങ്കിൽ പറയൂ, ഫഔസിനാ, വല്ല വസിയത്തുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ നൽകണം നബിയെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നബി ഞങ്ങൾ വസിയത്ത് പറഞ്ഞു, അലൈക്കും ബിത്തഖ്വല്ലാഹി വസ്സംഇ വത്വാഅ, അലൈക്കും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ. വസ്സംഇ വത്വാഅ, നിങ്ങൾ നേതൃത്വം ഏൽപ്പിക്കപ്പെടുന്ന നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കണം. ഒരു പറഞ്ഞാൽ നിങ്ങൾ അത് കേൾക്കണം, അനുസരിക്കണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ, നിങ്ങൾ അമീറായി നിയമിക്കപ്പെടുന്നത് ഒരു എത്യോപ്യൻ അടിമയാണെങ്കിൽ പോലും, ഒരു എത്യോപ്യനായ നീഗ്രോക്കാരനായ കറുത്ത വംശജനായ ഒരു അടിമയാണ് നിങ്ങൾ അമീറായി വന്നതെങ്കിൽ പോലും നിങ്ങൾ അമീറിനെ, നേതാക്കളെ നിങ്ങൾ അനുസരിക്കണേ. ഒരു പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞ ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ ശേഷം നിങ്ങളൊക്കെ ജീവിക്കുന്നുവെങ്കിൽ ധാരാളം അഭിപ്രായ ഭിന്നതകളെ നിങ്ങൾ കാണേണ്ടി വരും എന്റെ കാലശേഷം. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യകളെയും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക. അല്ല പോരാ, വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ പിടിച്ചു പിടിക്കുക എന്നാണ്. കൈകൊണ്ട് പിടിച്ചാൽ നിൽക്കാത്ത വിധം ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് എന്റെ ചര്യ, ഖുലഫാ റാഷിദീന്റെ ചര്യ, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാണ്, വഴികേടാണ് എന്ന് ആ ഉപദേശത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുവെന്നാണ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നമ്മെ അറിയിക്കുന്നത്. ഇത്രയേറെ ഗൗരവമായി അവിടുന്ന് എല്ലാ ഖുത്ബയിലും എല്ലാ ഉപദേശങ്ങളിലും ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് ചെയ്തുവെങ്കിൽ ആ ബിദ്അത്തിന്റെ ഗൗരവമാണ് അതെല്ലാം അറിയിക്കുന്നത്. ബിദ്അത്തുകൾ ധാരാളം നഷ്ടങ്ങൾക്ക് നിമിത്തമായി മാറുമെന്ന് സ്വഹാബിമാര് മുതലുള്ളവർ ഇങ്ങോട്ട് ശേഷക്കാരൊക്കെ ധാരാളമായി ബിദ്അത്തിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിയത് കാണാം. ഹസ്സാൻ ഇബ്നു അത്തിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിദ്അത്തുകൾ എന്നാൽ സുന്നത്തുകളെ ഇല്ലാതാക്കും, നശിപ്പിച്ചു കളയുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. സുന്നത്ത് നഷ്ടപ്പെടും, ബിദ്അത്ത് കടന്നു വിടുന്തോറും സുന്നത്തുകൾ ഇല്ലാതായി പോകുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഒരു ഖൗമ് ഒരു ബിദ്അത്തിനെ കൊണ്ടുവരുന്നുവെങ്കിൽ സമാനമായ ഒരു സുന്നത്ത് അല്ലാഹു തആല അവരിൽ നഷ്ടപ്പെടുത്താതിരിക്കുകയില്ല എന്നാണ്. ഒരു സുന്നത്ത് ഇല്ലാതാക്കിയിട്ട് ആ സ്ഥാനത്താണ് ബിദ്അത്തുകൾ കടന്നു വരിക. ബിദ്അത്ത് വരുമ്പോൾ ബിദ്അത്തിനെ വലിയ ആവേശപൂർവ്വം സ്വീകരിക്കുകയും അതും വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും. എന്നാൽ സുന്നത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ സുന്നത്തില്ലാതായി പോവുകയും ചെയ്യും. ഫഇന്നൽ ഇഖ്ബാല അലൽ ബിദ്അഇ മൂജിബുൽ ലിദിയാഇ സുനൻ വഖഫാഇഹാ, ബിദ്അത്തുകളിലേക്ക് ഒരാൾ മുൻകടന്നു വരുന്നുവെങ്കിൽ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുവാനും അത് അവ്യക്തമായി ശ്രദ്ധിക്കപ്പെടാതെ പോകുവാനുമെല്ലാം കാരണമായി മാറുമെന്നാണ് ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതേപോലെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അവന്റെ ഉള്ളിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ കടന്നു വരും സ്വാഭാവികമായും. കാരണം എന്താ, ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല, നബി തങ്ങൾ പറഞ്ഞതല്ല, അല്ലാഹ് നിശ്ചയിച്ചതല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അഥവാ അല്ലാഹും റസൂലും നമ്മെ അറിയിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അറിയിച്ചിട്ടില്ല
എല്ലാം പഠിപ്പിച്ചിട്ടില്ല, എന്നാലും ഇതൊക്കെ നല്ല കാര്യമാണ് എന്നാണല്ലോ യഥാർത്ഥ അവന്റെ വിശ്വാസം. അഥവാ ദീൻ സമ്പൂർണ്ണമല്ല, അല്ലാഹ് എല്ലാ വഹയും നൽകിയില്ല, നബിതങ്ങളെല്ലാം പഠിപ്പിച്ചില്ല എന്ന തെറ്റായ ധാരണ ബിദ്അത്തിന്റെ പിന്നിലുണ്ട് എന്നാണ്. പുതിസ്കാരം വരുമ്പോൾ, പുതിയ നോമ്പ് വരുമ്പോൾ, പുതിയ ദിക്റുകൾ വരുമ്പോൾ, പുതിയ സ്വലാത്തുകൾ വരുമ്പോൾ ഇതൊക്കെ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ, അല്ലാഹ് പഠിപ്പിച്ചോ, റസൂൽ പഠിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. എന്നാലും ഇപ്പൊ നല്ല കാര്യമല്ലേ, നിസ്കാരമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നല്ലതായിട്ടും അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ല എന്നാണല്ലോ അതിനർത്ഥം. അഥവാ നല്ലതെല്ലാം പഠിപ്പിക്കാതെയാണ് പ്രവാചകർ പോയത്. അതേസമയം ആ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ ദീനിത പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇവന്റെ വാദമോ ഇത് അന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ നല്ല കാര്യമാണ്. അഥവാ ദീന് പൂർത്തിയാക്കി എന്ന് അല്ലാഹ് പറഞ്ഞത് ശരിയല്ല എന്നാണല്ലോ അതിന്റെ മറുവശം. അത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരാൾ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ അവന്റെ വാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം എല്ലാം പൂർത്തിയാക്കിയെന്ന് നബി തങ്ങൾ പറയുന്നു, പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഇവൻ ഇതിലൂടെ വാദിക്കേണ്ടി വരുന്നു. അഥവാ നബി തങ്ങൾ നമ്മെ വഞ്ചിച്ചുവെന്ന് അവൻ പറയേണ്ടി വരുമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിദ്അത്തിനെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ബിദ്അത്ത് ഉണ്ടായി വന്നാൽ സുന്നത്തും ബിദ്അത്തും ആളുകൾക്ക് വേർതിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ആശയക്കുഴപ്പമുണ്ടാവുകയും ദീന് അടിസ്ഥാനമായി പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാർ പോലും ഈ ബിദ്അത്തുകളെ സുന്നത്താണെന്ന് കരുതി അത് സ്വീകരിക്കുന്ന, അതുവഴി അമൽ ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതിലൂടെ ബിദ്അത്ത് ഉണ്ടാക്കിയതിന്റെ കുറ്റം മാത്രമല്ല, ആരെല്ലാം ഇത് പിന്നീട് പ്രാവർത്തികമാക്കിയോ അതിന്റെ കൂടി കുറ്റം അവൻ വഹിക്കേണ്ടി വരുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചുവല്ലോ. ദീനിൽ തെറ്റായ നടപടിക്രമം ആര് കൊണ്ടുവന്നാലും ശരി, അവനെ പിൻപറ്റിയവരെല്ലാം പാപത്തിന്റെ വിഹിതം ഇവനുണ്ടാവാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മതത്തിൽ ഒരു ബിദ്അത്തായി ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഖിയാമത്ത് വരെ എത്ര ആളുകൾ അത് പ്രാവർത്തികമാക്കുന്നുവോ അവർക്കെല്ലാം ലഭിക്കുന്ന ശിക്ഷയുടെ ഒരു തോത്, അതിന്റെ വിഹിതം ഇവൻ ലഭിക്കുമെന്നാണ്. ഏറെ ഗൗരവമാണ്. നാലാമതായി, ഏത് തിന്മയിൽ നിന്നും മനുഷ്യൻ പശ്ചാത്തപിച്ച് മടങ്ങും, തൗബ ചെയ്ത് മടങ്ങും. എല്ലാ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യത ഏറെ കുറവാണ്. സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗൽഭനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, പിശാച് തിന്മകളെക്കാൾ ഇഷ്ടം ബിദ്അത്താണ്. കാരണം ലഅന്നൽ മഅസിയ യുതാബു മിൻഹാ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, തിന്മകൾ ചെയ്യുന്നവർ പശ്ചാത്തപിക്കാൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, ബിദ്അത്തുകാരൻ തൗബ ചെയ്യുക ഇല്ല. മദ്യപിക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, മോഷ്ടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, ഏത് കൊടിയ തിന്മകൾ ചെയ്യുന്നവനും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്, ഒരു കുറ്റബോധമുണ്ടാകും. ഇന്നില്ലെങ്കിൽ നാളെ പശ്ചാത്താപ മനസ്സുണ്ടാകും. ഇതൊക്കെ അബദ്ധമാണ് എന്നറിയാം, ഉപദേശിച്ചാലും അവൻ പറയും ഒക്കെ പാടില്ല എന്ന് അറിയാം. പക്ഷെ എന്താ ചെയ്യാ, ശീലിച്ചു പോയി, അങ്ങനെയൊക്കെ ശീലമായി പോയി. നന്നാവണം, ശരിയാവണം എന്നേ പറയൂ. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നവൻ തെറ്റാണ് എന്ന ധാരണയിലല്ല ചെയ്യുന്നത്, കൂലി കിട്ടുമെന്ന ധാരണയിലാണ് ചെയ്യുന്നത്. അതിനാൽ മുന്നോട്ട് പോകുന്തോറും അതിൽ കൂടുതൽ 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 ആവേശമുണ്ടായി വരിക എന്നല്ലാതെ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് പൊതുവെ ഉണ്ടാവുക ഇല്ല എന്നാണ്. അഞ്ചാമതായി, പടച്ചറബിന്റെ കോപം അതേപോലെ പരലോകത്ത് അവന്റെ എല്ലാ തരത്തിലുമുള്ള അകറ്റലിനും നിമിത്തമായി മാറുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, നാളെ പരലോകത്ത് അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ പോലും തടയപ്പെടുമെന്നാണ് നബി തങ്ങൾ പറയുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഹദീസിൽ കാണാം, ബിഅഖ്വാമിൻ യൗമൽ ഖിയാമത്തി ഫയൂഖലു ബിഹിം ദാത്ത ശിമാൽ, ചില ആളുകളെ പരലോകത്ത് കൊണ്ടുവരും. അങ്ങനെ എന്റെ ഹൗദിലേക്ക് എന്റെ ഉമ്മത്ത് വെള്ളം കുടിക്കാനായി വരുമ്പോൾ ഇവരെ മാത്രം അതിൽ നിന്ന് അപ്പുറത്തേക്ക് പിടിക്കപ്പെടും. ഈ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കപ്പെടുകയില്ല. ഞാൻ പറയും, ഫഅഖൂൽ യാ റബ്ബി അസ്ഹാബി അസ്ഹാബി,
ഞാൻ പറയും റബ്ബേ എന്റെ അനുയായികളാണല്ലോ, എന്റെ അനുയായികളാണ് റബ്ബേ എന്ന് ഞാൻ പറയും. അപ്പോൾ അല്ലാഹു തആല എന്നോട് പറയുന്ന മറുപടിയുണ്ട്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. നബിയെ, താങ്കളുടെ കാലശേഷം അവർ ഈ ദീനിൽ എന്തെല്ലാം കൂട്ടിച്ചേർത്തുവെന്ന് നബിയെ നിങ്ങൾക്കറിയുക ഇല്ല എന്ന് പറയുമെന്ന് എന്നോട് എന്നാണ്. അപ്പോൾ ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി. എന്റെ കാലശേഷം എന്റെ ദീനിനെ ആര് മാറ്റിമറിച്ചുവോ അവർക്ക് നാശം, ദൂരെ പോകട്ടെ അവർ എന്ന് പറഞ്ഞ് ഞാനും അവരെ ആട്ടിയോടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ വലിയ നഷ്ടങ്ങൾക്ക് നിമിത്തമാകുന്ന കാര്യമാണ് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങൾ എന്നത്. ഒരു കാര്യം ദീനാകണമെങ്കിൽ, അമലാകണമെങ്കിൽ, ഇബാദത്താകണമെങ്കിൽ അതിന് വഹ്യിന്റെ പിൻബലം അനിവാര്യമാണ്. അല്ലാഹുവും റസൂലും അത് പഠിപ്പിച്ചതായിരിക്കണം, സ്വഹാബിമാർ നബിയിൽ നിന്ന് അത് പഠിച്ചതായിരിക്കണം. അതല്ലാത്തൊരു കാര്യം എത്രായിരം മനുഷ്യന്മാർ ചെയ്താലും, എത്ര വലിയ മഹത്വമാണെന്ന് കരുതിയാലും, അത് ചെയ്യുന്നവർക്ക് വലിയ മഹത്വമുണ്ട് എന്നൊക്കെ വിചാരിക്കപ്പെട്ടാലും ശരി, അതൊന്നും മതമായി അംഗീകരിക്കപ്പെടാവതല്ല. അല്ലാഹു പറഞ്ഞ ഓതി വെച്ച ആയത്ത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. പറയൂ പ്രവാചകരെ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, ഏറ്റവും നഷ്ടക്കാരായ അമലുള്ളവർ ആരാണ് എന്ന് അറിയിച്ചു തരട്ടെയോ എന്നാണ്. ആരാ ശേഷമല്ല, അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങൾക്ക് പാഴായി പോയി. എന്നാൽ അവർ വിചാരിക്കുന്നു ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നാണ്. നല്ലതാണെന്ന ധാരണയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഐഹിക ജീവിതത്തിലെ പരിശ്രമങ്ങളെല്ലാം പാഴായി, എല്ലാം വഴിമാറി സഞ്ചരിച്ചു. അവിടെ ധാരണ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നാണ്. നല്ലതാണെന്ന ധാരണയിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അവസാനം പരലോകത്ത് വരുമ്പോൾ അതൊന്നും സ്വീകരിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് അഖ്സരീന അഅ്മാല, അമലിനാൽ ഏറ്റവും നഷ്ടപ്പെട്ടവരെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്താണ് ഖവാരിജുകൾ എന്ന് പറയുന്ന ബിദ്അഈ സംഘം അന്ന് ഉടലെടുത്തത്. അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഈ ആയത്ത് അവരെ സംബന്ധിച്ചാണ് എന്ന്. അന്നത്തെ ബിദ്അത്തിന്റെ കക്ഷിയാണ് ഖവാരിജുകൾ. ധാരാളം ഇബാദത്തുള്ളവരാണ്, ഒരുപാട് ഗ്രഹിച്ചവരാണ്, ധാരാളമായി ഖുർആൻ ഓതിയവരാണ്. സ്വഹാബിമാർ പോലും അത്ഭുതപ്പെടുമാറ് തഖ്വ പുറത്തേക്കുണ്ടായിരുന്ന ആളുകളാണ് ഖവാരിജുകൾ. പക്ഷെ അലി പറയുന്നു, ഈ ആയത്ത് അവരെ കുറിച്ച് ഹുമുൽ ഹറൂറ, ഈ ആയത്തിൽ പറഞ്ഞ ആളുകൾ ഈ ഹറൂറികളാണ്, ഈ ഖവാരിജുകളാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് പഠിപ്പിച്ചുവെങ്കിൽ, സഹോദരങ്ങൾ, സമാനമായി ഏത് കാലത്തും ഇത് ബാധകമാണ് എന്ന് നമ്മൾ ഗൗരവമായി കാണുക. അതിനാൽ ദീനാണെന്ന് കരുതി ചെയ്യുന്ന ഏത് അമലും ദീനാണ് എന്ന് നമുക്ക് ബോധ്യം വേണം. അല്ലാഹു റസൂലും പഠിപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്തണം. ഹദീസുണ്ട്, ആയത്തുണ്ട് എന്ന് ബോധ്യപ്പെടണം. സ്ഥിരപ്പെട്ട സ്വീകാര്യയോഗ്യമായ സ്വഹിയായ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നുവെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം ഏത് ഇബാദത്താണെങ്കിലും അത് ചെയ്യുക. അതല്ലെങ്കിൽ അത് ഇബാദത്താവില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലം യദഇ ലിൽ ആഖിരി മഖാല എന്നാണ് സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അഥവാ കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഇബാദത്തായി ചെയ്തിട്ടില്ലാത്ത ഒറ്റ കാര്യവും നിങ്ങൾ ആരും ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദഇൽ ആഖിരി മഖാല, ആദ്യ തലമുറ പിൽക്കാലക്കാർക്ക് ഒരു വാക്കെങ്കിലും അധികം പറയാൻ അവസരം ബാക്കി വെച്ചിട്ടില്ല. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം അമൽ ചെയ്തിട്ടുണ്ട്, എല്ലാം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ചെയ്യാത്ത ഒന്ന് പിന്നെ നമ്മളെ വകപ്പുതായി കൊണ്ടുവന്ന് എന്നാൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഒരു ഇബാദത്ത് നിങ്ങൾ ചെയ്യല്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചുവെങ്കിലും നാം അത് ഗൗരവമായി കാണുകയും ദീനിൽ ഒരു സൂക്ഷ്മത, ശ്രദ്ധ ഉണ്ടാവുകയും ബിദ്അത്തുകളെ ബിദ്അത്തായി കണ്ട് അത് നല്ലതാണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി, ബിദ്അത്തിൽ നല്ലതില്ല. ഇസ്ലാമികമായി ഇസ്ലാമിന്റെ ഭാഷയിൽ ബിദ്അത്തുകളെല്ലാം മോശം തന്നെയാണ്. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ് എന്ന് 1000 പ്രാവശ്യമെങ്കിലും നബി തങ്ങളുടെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും നല്ല ബിദ്അത്ത് എന്ന സൂചന
പോലും പ്രവാചകൻ നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളിൽ നല്ലത് ചീത്ത എന്ന വേർതിരിവില്ല. എല്ലാം ചീത്തയാണ്. നല്ലതെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പഠിപ്പിക്കപ്പെടാത്തൊന്നും നല്ലതാവുകയുമില്ല. ആ നിലക്ക് ദീനിനെ മനസ്സിലാക്കി സുന്നത്ത് പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ പിൽക്കാലത്ത് ചേർക്കപ്പെട്ട പുത്തനാശയങ്ങൾ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അവയെ പൂർണ്ണമായും ഒഴിവാക്കണം. അതോടൊപ്പം സുന്നത്തുകളെ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും വേണം. നബി തങ്ങൾ പഠിപ്പിച്ച, സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ച ധാരാളം കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിസ്കാരമായും നോമ്പായും പ്രാർത്ഥനകളായും സ്വലാത്തുകളായും മറ്റു നന്മയുടെ വ്യക്ത വഴികളായും ധാരാളമുണ്ട് നമ്മുടെ മുമ്പിൽ. സ്ഥിരപ്പെട്ടു വന്ന സ്വഹിയായി വന്ന പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തന്നെ എമ്പാടും നമുക്കുണ്ട്. അവയെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ഭാഗവാക്കാക്കി മാറ്റുക, പ്രാവർത്തികമാക്കി മാറ്റുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗം തന്നെയാണ്. ഫർളുകൾ മാത്രമല്ല, ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി ശീലിക്കുക. റമദാനിലേക്ക് നമ്മൾ കടക്കാൻ പോയി, റജബ് മാസത്തിൽ നമ്മളുള്ളത്. അതുകൊണ്ട് റമദാനിലേക്ക് ഒരു ഒരുക്കം ആരംഭിക്കേണ്ട സമയമായി എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. നന്മയിലേക്ക് കുറച്ചുകൂടെ മുന്നേറുക. ഒരു മാനസികമായ ഒരു മുന്നൊരുക്കം അത് ആവശ്യമാണ്. റമദാനിലേക്ക് പെട്ടെന്ന് കയറിയേറെ മുമ്പേ തന്നെ ഒരുങ്ങി തയ്യാറായി ജീവിതമനുസരിച്ച് ക്രമീകരിച്ച് നന്മയിലേക്ക് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. വിശിഷ്യ സ്ഥിരമായി നിലനിൽക്കുന്ന ജാരിയായ അമലുകൾ, പ്രത്യേകിച്ച് രണ്ടു തരം അമലാണ് നിശ്ചയിക്കപ്പെട്ടത്. ചിലത് ആ ചെയ്തതിൽ മാത്രം പരിമിതമാണ്, ചിലത് ജാരിയായ അമലുകളാണ്. കാലാകാലം കൂലി കിട്ടുന്ന കർമ്മങ്ങൾ ഉണ്ട്. അത്തരം കർമ്മങ്ങൾ നമ്മുടെ സമ്പാദ്യമായി ഉണ്ടാകാൻ നാം പരിശ്രമിക്കും. നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് കൂലി കിട്ടും, കഴിഞ്ഞു. ഒരാൾ നിസ്കാരം പഠിപ്പിച്ചാലോ അയാൾ നിസ്കരിക്കുന്ന കാലം അത്രയും ആ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഓതിയാൽ ഒരു അക്ഷരത്തിന് 10 ഇരട്ടി കൂലി കിട്ടും. ഒരാളെ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഖുർആൻ പഠിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് നിലനിൽക്കുന്ന കാലം അത്രയും അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അമലുകൾ രണ്ടു തരമുണ്ട്. ഒന്ന് അതിൽ മാത്രം പരിമിതമായ, അത് വലിയ മഹത്വമാണ്. രണ്ട്, ശേഷം നിൽക്കുന്ന മുറിഞ്ഞു പോകാത്ത അമലുകൾ, ആസാറുകൾ. പറഞ്ഞല്ലോ, തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കും, അവർ ചെയ്തു വെച്ചത് നാം രേഖപ്പെടുത്തും. ഇവിടെ ശേഷിപ്പുകളെയും നാം രേഖപ്പെടുത്തുന്ന, ചെയ്തു വെച്ചത് മാത്രമല്ല ആസാറ് കൂടി രേഖപ്പെടുത്തും. ആസാർ എന്നാൽ ബാക്കി വെച്ചു പോകുന്ന കാര്യമാണ്. ശേഷിപ്പുകൾ നന്മയായാലും തിന്മയായാലും രണ്ടിലുമുണ്ട് ആസാർ. തെറ്റായ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റൊരു പക്ഷെ അയാളിൽ മാത്രം പരിമിതമായി നിൽക്കുന്ന തിന്മയായിരിക്കാം. എന്നാൽ ചില തിന്മകൾ നാട്ടിൽ കാലാകാലം നിലനിന്നു പോകുന്ന തിന്മയാണെങ്കിൽ അതിന്റെയും ദുരന്തം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഒരു തിന്മ തുടങ്ങി വെച്ചു പോയി, ഒരു ഫിത്നക്ക് തുടക്കമിട്ട് പോയി, ഒരു വേണ്ടാവച്ച് നാട്ടിൽ തുടങ്ങി വെച്ച് അവൻ മരിച്ചുപോയി, അവന്റെ കാലശേഷവും ആ തിന്മ നിലനിൽക്കുന്നു എങ്കിൽ അത് മുറിയാത്ത കുറ്റമായി അവന് വന്നുകൊണ്ടേയിരിക്കും. 400 ജീവിച്ച അബൂബക്കർ അത്വർത്തൂഷി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ മരിക്കുമ്പോൾ അയാളെ പാപങ്ങൾ മരിക്കുന്നുവെങ്കിൽ എനിക്ക് മംഗളാശംസകൾ.
ഒരാൾ മരിക്കുമ്പോൾ പാപങ്ങൾ മരിക്കുക. തൂബാ ലിമൻ മാത വമാതത് മഅഹു ദുനൂബുഹു. താൻ മരിക്കുമ്പോൾ തന്റെ പാപങ്ങളും മരിക്കുന്നുവെങ്കിൽ മംഗളാശംസകൾ. വൽവൈലു ത്വവീൽ ലിമൻ യമൂത് വതബ്ഖാ ദുനൂബുഹു 100 സന വ100 സന. ഒരാൾ മരിച്ചിട്ടും 100-200 കൊല്ലം അയാളുടെ പാപം ദുനിയാവിൽ ബാക്കിയാകുന്നുവെങ്കിൽ അവനാകുന്നു വമ്പൻ നഷ്ടമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നമ്മളെന്താണ് മരിച്ചു, നാളെ നമ്മുടെ പേര് ഇവിടെ തിന്മ പിന്നെ ഖബർക്ക് വരാൻ പാടില്ല, ഇവിടെ അവസാനിക്കാം. പക്ഷെ ചില തിന്മകൾ ഇവിടെ നട്ടുമുളപ്പിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ പാത പിൻപറ്റി ആ മാതൃക സ്വീകരിച്ച് ആ തിന്മ ഇവിടെ തുടർന്നു പോകുന്നുവെങ്കിൽ ഒരുപക്ഷെ 100-200 കൊല്ലങ്ങൾ നമ്മുടെ പേരിൽ ഈ തിന്മ അങ്ങനെ വരാനുണ്ടാകും. അത് വമ്പൻ നഷ്ടമാണ്. അൽ വൈലു ത്വവീൽ, വമ്പിച്ച നഷ്ടം, മഹാനഷ്ടമാണ് എന്നാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നത്. നന്മകൾ മുറിയാതെ ബാക്കിയാകണം, തിന്മകൾ മരണത്തോടെ മുറിഞ്ഞ് അവസാനിച്ചു പോകണം. അതാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നന്മകൾ മുറിയരുത്. നമ്മൾ ഇന്ന് മരിച്ചാൽ പിന്നെ ഇന്നത്തെ അസുഖ നമുക്കില്ല. അസുസ്കാരം ഇല്ല, മുമ്പ് മരിച്ചാൽ പിന്നെ അസുസ്കാരം നമുക്കില്ല. നാളെ ചെയ്യാൻ വിചാരിച്ച കർമ്മങ്ങൾ നമുക്കില്ല, അത് കഴിഞ്ഞു, അവസാനിച്ചു. എന്നാൽ അവസാനിക്കാത്ത നന്മകൾ ദുനിയാവിൽ വല്ല നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പറ്റണം. ജാരിയായ അമലുകൾ, ദാനധർമ്മങ്ങൾ തന്നെ ജാരിയായ സ്വതക്കയുണ്ട്. മറ്റേത് അമലിലും ജാരിയായ അമലുകൾ. നബികളെ പറഞ്ഞ മരിച്ചാൽ 3 കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ജാരിയായ സംഗതിയാണ്. മക്കളെ സ്വാലിഹാക്കി വളർത്തിയത് അവനാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന അവന് ഉപകാരമാണ്. കാലശേഷം മക്കളുടെ പേരമക്കളുടെ ഒക്കെ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കുമ്പോൾ മുറിയാത്തൊരു കർമ്മമാണത്. അതേപോലെ അവൻ പഠിപ്പിച്ച പ്രചരിപ്പിച്ച വിജ്ഞാനം മുറിയാത്ത അമലാണ്. ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, പകർന്നു കൊടുത്തു എങ്കിൽ, പുസ്തകങ്ങൾ എഴുതി, ക്ലാസ് എടുത്തു, അത് റെക്കോർഡ് ചെയ്തു, അത് സോഷ്യൽ മീഡിയ ലഭ്യമായി. നമ്മൾ മരിച്ചുപോയാലും വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ഒരുപക്ഷെ അതവിടെ നിലനിൽക്കും. അത് മുറിയാത്ത അമലാണ്. അതേപോലെ ഔ സ്വതഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്ക മുറിയാത്ത അമലാണ്. ജാരിയായ സ്വതക്ക പള്ളികൾ പോലെ, മദ്രസകൾ പോലെ, ദീനി സ്ഥാപനങ്ങളെ പോലെ, അതൊരു പാവപ്പെട്ട ആൾക്ക് സ്ഥിരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങളെ പോലെയൊക്കെയുള്ള ജാരിയായ സ്വതക്കകൾ മുറിയാത്ത അമലാണ്. അത്തരം ചില സമ്പാദ്യങ്ങൾ നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് പോകേണ്ടി വന്നാലും ഇന്നും അവസാനിക്കാതെ നാളെയും മറ്റന്നാളും അടുത്ത വർഷവും അടുത്ത പതിറ്റാണ്ടിലുമൊക്കെ എന്റെ പേര് നന്മയായി വരാനുള്ള ചില ഇൻവെസ്റ്റ്മെന്റുകൾ, ചില ഡെപ്പോസിറ്റുകൾ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം. കുഞ്ഞാവിനെ കാലത്ത് നമ്മൾ ചെയ്യലുണ്ട്. നമ്മൾ ഇന്ന് മരിച്ചാലും കുട്ടികൾ പട്ടിണിയെടുക്കാൻ പാടില്ല എന്ന് ആലോചിക്കുന്ന വാപ്പമാരാണല്ലോ നമ്മളൊക്കെ. ഞാൻ മരിച്ച ബാക്കി എന്തിനായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. നല്ല വീടുണ്ടാക്കി വെച്ചത് നമുക്ക് മാത്രം താമസിക്കാനല്ല, സമ്പാദ്യമുണ്ടാക്കിയത് നമുക്ക് മാത്രം അനുഭവിക്കാനല്ല, മക്കൾക്കും പ്രയാസമില്ലാതെ ജീവിക്കാമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. അതാണ് ശരിയും, അതാണ് വേണ്ടത്. എങ്കിൽ പരലോകത്തിലെ കാര്യത്തിലും അത്തരം ഡെപ്പോസിറ്റുകൾ നമുക്ക് വേണം. നമ്മൾ ഇന്ന് മരിച്ചാലും എനിക്ക് മാത്രം ലാഭം ലഭിക്കുന്ന, പ്രോഫിറ്റ് മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന, നഷ്ടം ഭയപ്പെടാനില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഡെപ്പോസിറ്റ് പരലോകത്തിന് വേണ്ടി ഇവിടെ ബാക്കി വെച്ചിട്ട് പോകാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് പ്രതീക്ഷയാണ്, അത് ആസാറാണ്. ചെയ്തു വെച്ചതിനെ നാം രേഖപ്പെടുത്തും, അതിലെ ആസാറുകളെയും ശേഷിപ്പുകളെയും നാം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് വലിയ ഗൗരവമായി കണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ചില ആസാറുകളെ ബാക്കി വെച്ച് പോകാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സാന്ദർഭികമായി ഒരു വലിയ നന്മയെ അറിയിക്കാനുള്ളത്, നമ്മുടെ വേങ്ങ ടൗണിൽ നമ്മൾ നിർമ്മിച്ച ദാറുൽ ഹിക്മ എന്ന നമ്മുടെ പള്ളി, അൽഹംദുലില്ലാഹ് അതിന്റെ സ്ഥലം എല്ലാവരും ഒന്നിച്ചുകൂടി ജനകീയമായ സ്വഭാവത്തിലാണ് നാം അതിന്റെ സാമ്പത്തിക സ്വരൂപണം അന്ന് നടത്തിയത്. ശേഷം പള്ളി നിർമ്മിച്ചതും നമ്മളെല്ലാവരും കൂടെ തന്നെയാണ്. ഇവിടെ നമ്മൾ കളക്ഷന് വേണ്ടി പോയിട്ടില്ല, ഒരാളെയും ശ്രമിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്ന് കണ്ടറിഞ്ഞ് തന്നിട്ടാണ് ആ പള്ളി നമ്മൾ നിർമ്മിച്ചു. കഴിഞ്ഞ റമദാന്റെ മുമ്പായി നാം ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ് ഒരു വർഷമായി വളരെ ഭംഗിയായി ആ പള്ളി നല്ലൊരു കേന്ദ്രമായി
അവിടെ നിലനിന്ന് പോരുന്നു. ഇന്ന് പള്ളി നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ട്. ഒറ്റ നിലയാണ് ആകെയുള്ളത്, മറ്റു സൗകര്യങ്ങൾ കുറവാണ്. മുകളിലേക്ക് കൊണ്ടെടുക്കൽ അനിവാര്യമായി മാറിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾക്ക് ചെയ്തതുപോലെ തന്നെ ഇനിയും ഒന്നിച്ചുകൂടി അതിനെ മുകളിലേക്ക് നിർമ്മിക്കാമെന്നാണ് അതിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ ഈ ഞായറാഴ്ച സുബഹിക്ക് ശേഷം ഔദ്യോഗികമായി നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി വെക്കുകയാണ്. രാവിലെ 7 മണിക്ക് കഴിയുന്നവരൊക്കെ ആ നന്മയിൽ പങ്കുചേരാൻ വേണ്ടി വരിക. ഒരു ഖൈർ ആരംഭിക്കുകയാണല്ലോ. പള്ളിയുടെ മുകളിലേക്ക് കൂടി ഒരു നില ഉണ്ടാക്കുന്ന ഒരു ശ്രമം നിലയ്ക്ക് ആ നന്മയിൽ നമ്മൾ ഭാഗവാക്കാവുക. വലിയ സാമ്പത്തിക ബാധ്യത ആവശ്യമില്ല. നമ്മൾ തന്നെ പണിയെടുപ്പിക്കാതെ തീരുമാനിച്ചത്. വലിയ കെട്ടുമട്ടുമുള്ള ഒരു വലിയ കെട്ടിടമൊന്നുമല്ല. ഏതാണ്ട് 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ മുകളിലേക്ക് ഒരു ഫ്ലോർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഏതാണ്ട് 4-5 ലക്ഷം രൂപയൊക്കെ പല ആളുകളിലായി ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ബാക്കി ഒരു 10 ലക്ഷം രൂപ നമ്മളൊക്കെ പാടെ മനസ്സ് വെച്ചാൽ അത് ഉണ്ടാക്കാൻ കഴിയും. ആരെയും സമീപിച്ച് അങ്ങോട്ട് വരികയില്ല. ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് ഇന്ന ഭാഗം ഞാൻ ചെയ്യാം, ഇത്ര ഞാൻ തരാം എന്ന് പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ അവര് പറയുക. ഇൻഷാ അല്ലാഹ് അത് സ്വീകരിച്ച് ഈ ഞായറാഴ്ച മുതൽ നമ്മൾ നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. റമദാൻ ആകുമ്പോഴേക്ക് പരമാവധി ഒരു വാർപ്പികം ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയുമായി. അതെല്ലാം അതിനപ്പുറത്തേക്ക് ആകുകയാണെങ്കിൽ അതുമായി ഏതെങ്കിലും അർത്ഥത്തിൽ സിമന്റായോ കമ്പിയായോ കല്ലായോ മറ്റേതെങ്കിലും അർത്ഥത്തിലേക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മനസ്സുവെക്കുക. അതേപോലെ ഒരു വിഹിതം അത്ര ചെറുതാണെങ്കിൽ നാം അതേക്ക് നൽകുക. ഇനി ആരെയും അതിനു വേണ്ടി അങ്ങോട്ട് ബന്ധപ്പെടുകയില്ല. ഇങ്ങോട്ട് ഞങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കിത് പൂർത്തീകരിക്കാം. സ്വന്തമായി തന്നെ ചെയ്യാൻ കഴിഞ്ഞ മനുഷ്യന്മാരുണ്ടാകും. 1, 2, 3, 4 ആളുകൾ കൂടി ചെയ്തു തരാൻ പറ്റിയ ആളുകൾ ഉണ്ടാകും. പലരും പറഞ്ഞ് വാങ്ങി തരാൻ പറ്റിയ മനുഷ്യന്മാർ. നമുക്ക് പക്ഷെ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ 10 ആള് പറഞ്ഞു, അവർ വല്ലതൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാഹ് അതിന്റെ ഒരു കൂലി നമുക്ക് ലഭിക്കുമല്ലോ. ആ നിലയ്ക്ക് നമ്മൾ എല്ലാവരും ആണും പെണ്ണും എല്ലാവരും കൂടെ ഏറ്റെടുത്താൽ വലിയ പ്രയാസമില്ലാതെ പൂർത്തീകരിക്കാൻ കഴിയും. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്നേക്കും ഒരു സമ്പാദ്യമായി നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു തആല എല്ലാ ഖൈറിലും ഭാഗവാക്കാവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.